ഹലോ. ത്യാഗരാജൻ സാറേ, ഞാൻ ജയന്തനാ, അഡ്വക്കേറ്റ്. ആ പറ ജയന്തൻ. ഒരു പണി വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ സാറേ. എന്താടോ? ചന്ദ്രോത്തിലെ പ്രഭാവതി ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുക. മീഡിയ മുഴുവനും ഉണ്ട്. ആണോ? എന്തിന്? തനൂജ കേസ് എടുത്തിട്ട് അലക്കാനാണെന്നാ എന്റെ സംശയം. പല ഊഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. തനൂജ ബലരാമൻ സാറിന്റെ മോളായിരിക്കുന്നുള്ള ഇഷ്യൂ ആയിരിക്കും ബ്രേക്ക് ചെയ്യാൻ പോകുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്ന് കരുതിക്കൊള്ളണമെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. അതിനായിരിക്കും വക്കീലെ പത്രസമ്മേളനം? ആയിക്കൂടാന്നില്ല. അതിനാണെങ്കിൽ ഇനി അവളൊരു പത്രസമ്മേളനം നടത്തില്ല, അതുറപ്പാ. എന്തായാലും താൻ ഫോൺ വെച്ചോ. ഓക്കെ, വേണ്ട രീതിയിൽ സാറങ്ങ് കൈകാര്യം ചെയ്തു. എന്താ ത്യാഗരാജ, നീ എന്താ വല്ലാതെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം വരാൻ പോകുന്നെന്നാ തോന്നുന്നത്. എന്താ? പ്രഭാവതി ഒരു പത്രസമ്മേളനം നടത്തുന്നു ചന്ദ്രോത്ത്. ആ ജൂനിയർ വക്കീൽ വിളിച്ചു പറഞ്ഞതാ. അയാളൊരു സംശയം കൂടി പറഞ്ഞു. എന്താ? പത്രസമ്മേളനം നടത്തുന്നത് അന്ന് ആ ദേവിക പറഞ്ഞ കാര്യം പറയാനായിരിക്കുമെന്ന്. തനൂജ ബാലോട്ടന്റെ മോളാണെന്ന് വിളിച്ചു പറയാനായിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രഭാവതിയുടെ അന്ത്യം അവള് ചോദിച്ചു വാങ്ങാം. അതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ വിഷയമെങ്കിൽ തീർക്കും ഞാൻ ചന്ദ്രോത്തുകാരെ. ഞാൻ ചന്ദ്രോത്തേക്ക് പോവാം. ചേച്ചി എന്തിനാ പോണേ? ഞാൻ പോണം. തനൂജ ബാലുവിന്റെ മോളാണെന്ന് നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ് അവൾ ഒരുങ്ങുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ ഞാൻ ചോദിക്കും. ഞാൻ പോവാ. വേണ്ട ചേച്ചി, ഇവിടെ നിന്നാ മതി. ആദ്യം അറിയട്ടെ കാര്യം എന്താന്ന്. ചിലപ്പോ ദേവികയുടെ അറസ്റ്റിനെ കുറിച്ചാണ് പത്രക്കാരോട് പറയുന്നതെങ്കിലോ? ഇല്ല, ഇവിടെ ഇരുന്ന എനിക്ക് ഇരിപ്പുറക്കില്ല ത്യാഗരാജ. മരിച്ചിട്ട് എന്റെ ബാലുവിനെ വെറുതെ വിടുന്നില്ലെങ്കിൽ അവളെ ഞാനും വെറുതെ വിടാൻ പോകുന്നില്ല. പത്രക്കാരോട് ഞാനും എല്ലാം വിളിച്ചു പറയും. വരട്ടെ ചേച്ചി, കാര്യങ്ങൾക്കൊരു വ്യക്തത വരട്ടെ. നമ്മൾ ചാടിക്കേറി എന്തെങ്കിലും ചെയ്ത് പ്രശ്നമാവണ്ട. നമ്മുടെ നേർക്കാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ പിന്നെ ത്യാഗരാജൻ ഒരു മന്ത്രിയും പാർട്ടിയും നോക്കില്ല, തീർക്കും. ഓരോന്നോരോന്നായി കണക്ക് തീർത്തിരിക്കും ഞാൻ.